നമസ്കാരം സാർ. നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലായി റെയിൽവേ പാളങ്ങളിൽ ഗ്യാസ് കുറ്റി, പെട്രോൾ, സിമന്റ് ബ്ലോക്കുകൾ, തടി കഷ്ണങ്ങൾ, ഇരുമ്പ് റോഡുകൾ തുടങ്ങി പല പല സാധനങ്ങൾ റെയിൽവേ ഗതാഗതത്തെ അട്ടിമറിക്കാനായി ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി വളരെ വലിയൊരു എണ്ണമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്? ആരായിരിക്കും എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ അല്ല ആ കാര്യത്തിൽ. ഇത് ഈ പറഞ്ഞ മാതിരി ഈ പാളം തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഡീറെയിൽമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ആൾക്കാരാണ് ചെയ്യുന്നത്. അത് നമുക്ക് സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇത് എന്തിനാ ചെയ്യുന്നതെന്നാണ് അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കെല്ലാം അറിയാം, മോദി സർക്കാർ വന്നപ്പോൾ തൊട്ട് എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെ ഈ പറഞ്ഞ മാതിരി ഒരു ബാഡ് ലൈറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, അത് റെയിൽവേ ഡീറെയിൽമെന്റ് ആവട്ടെ, SC ST അറ്റാക്ക് നടന്നു എന്നിട്ട്, അല്ലെങ്കിൽ ദലിതറിന് മേലെ അറ്റാക്ക് നടന്നു എന്നിട്ട്, വേറെ കുറേ കാര്യങ്ങൾ മോദി സർക്കാരിന് നേരെ ഇവർ കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, സമാജ്വാദി പാർട്ടി ഇവരൊക്കെ കയറി അലിഗേഷൻസ് ചെയ്യാറുണ്ട്. അതിൽ 2-3 വലിയ റെയിൽവേ ഡീറെയിൽമെന്റ് നടന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു, റെയിൽവേ മന്ത്രി രാജിവെക്കണം, ഈ പറഞ്ഞ ഒരു മോദി രാജിവെക്കണം, മോദി പാർലമെന്റിൽ ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ആൻസറൊക്കെ പറഞ്ഞതാണ് പാർലമെന്റ്. പക്ഷെ നമ്മൾ അതല്ല നോക്കണം, ഇതിന്റെ പിന്നിൽ എന്താണ് ഒരു കോൺസ്പിറസി. നമുക്കറിയാം, ഈ വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലും അതിന് നേരെ കല്ലേറുണ്ടായിരുന്നു. ഒരു ട്രെയിൻ പോണതിൻ്റെ നേരെ എന്തിനാ കല്ലെറിയണത്? അന്നേരം അതിൻ്റെ നേരെ ഒരു കുശുമാണ്. എന്നാൽ ഈ വണ്ടി വന്നൂല്ലോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് വന്നു കഴിഞ്ഞാൽ മോദിയുടെ ഇമേജ് ഇമ്പ്രൂവ് ആവും, അപ്പോൾ ഇതിൻ്റെ നേരെ കല്ലെറിയണം, കല്ലെറിഞ്ഞ് വണ്ടി നിർത്തണം. ഇതൊക്കെയാണ് ഇവരുടെ സ്ട്രാറ്റജി. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇൻസിഡന്റ് നടന്ന് നമ്മൾ കണ്ടത്, ഈ ഇൻസിഡന്റിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ആർമിയുടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ആർമിക്ക് സ്പെഷ്യൽ ട്രെയിൻസ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ആർമിയുടെ സ്പെഷ്യൽ ട്രെയിൻ പോകുന്ന സമയത്ത് ആ ട്രെയിനിന്റെ നേരെയാണ് ഈ ആക്രമണം നടന്നത്. അതിലെന്ത് പറ്റിയെന്ന്, ഈ ഡെറ്റനേറ്റേഴ്സ് വെച്ച് ട്രെയിനിനെ ഇവർ നിർത്താൻ നോക്കി. അത് യൂഷ്വലി ഇവർ ഈ വിന്റർ സീസണിൽ ആർമിയുടെ ആർമി എന്നല്ല, റെയിൽവേ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതാണ്. അവർ ഈ ഡെറ്റനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോംബും അതിനോട് പടക്കം മാതിരി ഉണ്ടാവും, അതാണ് ഇവർ ഉപയോഗിക്കുക. അത് തന്നെ വണ്ടി ഡീറെയിൽ ആവാണ്ടിരിക്കാൻ വേണ്ടി മുമ്പിൽ എന്തെങ്കിലും മഞ്ഞുണ്ട്, അവിടെ കാണാനില്ല ട്രാക്ക് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഇവർ കൊണ്ട് വെക്കുന്ന ഡിറ്റനേറ്റേഴ്സ് എന്ന് പറയാൻ, അത് ചെറിയൊരു അത്ര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ ഇന്നലെ നടന്ന ഇൻഡോർ കാൺപൂർ ഏരിയയിൽ മധ്യപ്രദേശിലെ റത്ലം എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ്റെ അടുത്ത് ഈ ഡെറ്റനേറ്റേഴ്സ് റെയിൽവേയുടെ ട്രാക്കിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അത് പൊട്ടി ഒരു ഡെറ്റനേറ്റർ പൊട്ടി അതിന്റെ മുകളിൽ ട്രെയിൻ പോയപ്പോൾ. അപ്പോഴാണ് എഞ്ചിൻ ഡ്രൈവർ അതിനെ എമർജൻസി ബ്രേക്ക് ഇട്ട് നിർത്തിയത്. അത് ആർമിയുടെ ഒരു സ്പെഷ്യൽ ട്രെയിനായിരുന്നു, ആർമിക്കാരെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഗ്യാസിന്റെ സിലിണ്ടർ പ്രേംപൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട് ഉത്തർപ്രദേശിനടുത്ത്, കാൺപൂർ. അവിടെയാണ് ഒരു ഗ്യാസിന്റെ സിലിണ്ടർ കൊണ്ടുവച്ചിട്ട് ഒരു വണ്ടി അതുമ്പോൾ തട്ടി ഡീറെയിലായി. അതിനു മുമ്പ് 2 പ്രാവശ്യം ഇതേമാതിരി കോൺക്രീറ്റിന്റെ വലിയ വലിയ കോൺക്രീറ്റിന്റെ ബ്ലോക്കുകൾ കൊണ്ട് റെയിൽവേയുടെ ട്രാക്കിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അയണിന്റെ റോഡ്, വലിയൊരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കിടന്ന റോഡ് കൊണ്ടുവന്നിട്ട് റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ വെച്ച് ഒരു ട്രെയിൻ തട്ടി അതും ഡീറെയിലായി. ഈ പറഞ്ഞ മാതിരി MP-യിലെ മധ്യപ്രദേശിലെ ബുറാൻപൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം. അവിടെയാണ് ഈ 10 റെയിൽവേ ഡെറ്റനേറ്റേഴ്സ്, അത് റെയിൽവേക്കാർ ഉപയോഗിക്കുന്ന ഡെറ്റനേറ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ആരോ റെയിൽവേയുടെ അതിന്ന് അവിടുത്തെ കട്ട് കൊണ്ടുവന്നിട്ട് ഇത് ട്രാക്കുമായി കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇതാണ് ഈ ഒരു റെയിൽവേ തന്നെ പറയണത്, ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് അറ്റ് മിസ്ചീഫ്. അതാണ് അവർ പറഞ്ഞത്, റെയിൽവേ പറയണത്. ആർമി ഇപ്പൊ പറഞ്ഞേക്കണത്, ഇന്ത്യൻ ആർമി പറഞ്ഞേക്കണം, അവിടെ ചില റെയിൽവേ എംപ്ലോയീസ് ഉണ്ട്, അവരെ അറസ്റ്റ് ചെയ്യണം, അത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാ പറഞ്ഞത്. അവർ കസ്റ്റഡിയിൽ ചോദിച്ചിട്ടുണ്ട് ഇവരെ, ബിക്കോസ് അവരുടെ ട്രെയിൻ ആയിരുന്നില്ല, അവർക്കുള്ള സ്പെഷ്യൽ ട്രെയിനാണ് അത്. ആ ട്രെയിനിലാണ് ഇത് ഇവർ ഡീറെയിൽ ചെയ്യാൻ നോക്കിയത്. ആർമിക്കാർ പോകുന്നുണ്ടെന്ന് ആർക്കും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഇത് ആർമിയുടെ ഒരു സ്പെഷ്യൽ ട്രെയിനാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ സിഗ്നൽ മാൻ ആയാലും ട്രാക്ക് മാൻ ആയാലും ഇതിന് അവരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നിട്ട് ആർമി ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു ഗ്യാങ് മാനെ ഇതിൽ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരോ പറഞ്ഞ ആൾ കള്ളുടിച്ചിട്ട് ചെയ്തതാണ്. കള്ളുടിച്ചിട്ട് ഒരുത്തൻ റെയിൽവേ ട്രാക്ക് കൊണ്ട് ഡെറ്റനേറ്റേഴ്സ് വെക്കില്ലേ, അവനറിയാം. ഇൻഫാക്ട് ഈ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടായിരുന്നു, അതിൽ ആർമിയുടെ ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ വെപ്പൺസ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങാൻ ഈ വണ്ടി ഈ പറഞ്ഞ മാതിരി ഡീറെയിൽ ആയി കഴിഞ്ഞാൽ ട്രെയിൻ അതിൻ്റെ മുകളിൽ എന്താ പറ്റുക, അവ ഡീറെയിലാവുമ്പോൾ കുറേ ആർമിക്കാർക്ക് പരിക്ക് പറ്റും, ചിലർ മരിക്കും, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ട്രെയിൻ അത് കഴിഞ്ഞിട്ട് ഇവർ നിർത്തി. ഇതൊരു ഈ പറഞ്ഞ മാതിരി സബ്ഘട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്, അത് ഇൻഡോറിൽ ഒരു 150 കിലോമീറ്റർ ദൂരത്താണ്, മഹാരാഷ്ട്ര ബോർഡറിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ അടുത്താണ്. അവിടെയാണ് എൻറ്റയർ ഏരിയ പിന്നെ ഇൻസ്പെക്ട് ചെയ്ത് വരും. അപ്പോഴാണ് 10 എണ്ണം കണ്ടുകിട്ടിയത്. ഇതൊരു മുംബൈ സബ്ഘട്ട ആ റെയിൽവേ റൂട്ടിലാണ് ഇത് വരിക. അപ്പോൾ ഈ ഇത് വരുന്നത് സെൻട്രൽ റെയിൽവേയുടെ അണ്ടറിലാണ്. പക്ഷെ ഇതാണ് ഈ പറയുന്നത്, ഈ സിലിണ്ടർ കൊണ്ടുവന്ന് വെക്കണം, 5 ലിറ്ററിന്റെ സിലിണ്ടർ ഇതിനു മുമ്പ് കാൺപൂരിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ
സഡൻലി റെയിൽവേക്ക് ഇപ്പോൾ ഒരു ഈ റെയിൽവേ ട്രെയിൻ ഓടിക്കാൻ ഇപ്പോൾ ഒരു സ്പീഡ് കുറയ്ക്കണ്ടായിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അന്ന് തട്ടിക്കഴിഞ്ഞാൽ 120-130 കിലോമീറ്റർ പോണ വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ആ ട്രെയിൻ ഡീറെയിൽ ആവും. ഡീറെയിൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളത്. കുറേ പേര് മരിക്കും ആക്സിഡന്റ്. അപ്പോൾ ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെ പറ്റിയിട്ടും ഈ കാൺപൂർ നടന്ന ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ടും ഗിരിരാജ് സിംഗ് യൂണിയൻ മിനിസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു കുറേ പണ്ടത്തെ ഉണ്ടായിരുന്ന അതിങ്ങനെ പറഞ്ഞു ഇതിന് നമുക്ക് ഡീൽ ചെയ്യണം. യൂണിയൻ മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് പറഞ്ഞു ഇതിൻ്റെ ഒരു കോൺസ്പിറസി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഈ ഡൽഹി ഹൗറ റൂട്ടിലാണ് ഇത് കുറേ നടക്കുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു, ഈ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്തുള്ള കുറെ ഇല്ലീഗൽ ആയിട്ടുള്ള ഹട്ട്മെന്റ്സ് ഉണ്ട്, ഈ കുറെ ഗുഡിശകളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ അടിച്ചു പൊളിച്ചു. കുറെ വീടുകൾ ഇല്ലീഗൽ ആയിട്ടുള്ളത് ആ സ്ഥലത്തു നിന്നാണ് ഇവർ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമുക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കണം, നമുക്കറിയാം ബുൾഡോസർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞു റെയിൽവേ പ്രോപ്പർട്ടി ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പൊളിച്ചോളാം. എന്നിട്ട് 2 റെയിൽവേ ട്രാക്ക് കൂടി കണക്ട് ചെയ്യുന്നൊരു ഫിഷ് പ്ലേറ്റ് എന്ന് പറയാം, അത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് നട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ നല്ല സ്പീഡിൽ പോകുമ്പോൾ റെയിൽവേ ട്രാക്ക് അങ്ങോട്ട് സ്പ്ലിറ്റ് ആവും, ഡീറെയിൽമെന്റ് നടക്കും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ആരാണ് ഇത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ടൊരു നാഷണൽ കോൺഫിഡൻസ് നമുക്കറിയാം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒഫീഷ്യലായിട്ട് അവരുടെ കുറെ ടെററിസ്റ്റ് ലീഡേഴ്സ് പാകിസ്ഥാനിൽ നിങ്ങൾ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിറ്റിക്കാർ ചെയ്യേണ്ടതാണ്, ഹിന്ദുക്കളുടെ നേരെ മോദിയുടെ നേരെ ചെയ്യണം, ട്രെയിനുകൾ ഡീറെയിൽ ചെയ്യണം, അതിന് നിങ്ങൾ ട്രെയിനിന്റെ റെയിൽവേ ട്രാക്കും എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടു വെച്ചോളാം, പക്ഷെ വണ്ടികൾ ഡീറെയിൽ ചെയ്യണം. നമുക്കറിയാം UPA കാലത്ത് ഒരു കൊല്ലം 140 റെയിൽവേ ആക്സിഡന്റ് നടക്കാറുണ്ട്. 140 മൻമോഹൻ സിംഗിന്റെ സമയം. അതിപ്പോ കുറഞ്ഞ 40 ആവാൻ പാടില്ല. എൻ്റെ ഒരു ലോജിക് തന്നെ, ഒരു ആക്സിഡന്റ് ആയാലും തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ലോകത്തെ സെക്കൻഡ് ബിഗസ്റ്റ് റെയിൽവേ നെറ്റ്വർക്കാണ് നമ്മുടെ അടുത്ത്. ഓരോ ട്രാക്കും 3 മിനിറ്റ് കൂടുമ്പോൾ ഒരു ട്രെയിൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ, സ്പെഷ്യലി കേരളത്തിൽ. അപ്പോൾ ആക്സിഡന്റ് നടക്കാൻ ചെറിയൊരു കാരണം അത് മതി. അതും ട്രെയിനിന്റെ സ്പീഡുകൾ ഇപ്പോൾ കൂടി തുടങ്ങി. അതേ സമയത്ത് ഇപ്പോൾ ചെറിയൊരു ഒബ്ജക്റ്റ് ഒക്കെ കൊണ്ടെന്ന് വെച്ചാലും വണ്ടി അതിനടിച്ച് ഇഞ്ചിൻ അതിനടിച്ച് ഡീറെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റെയിൽവേക്ക് ഒരു പരിധിയുണ്ട് അവരും ആക്ട് ചെയ്യാനുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം, ഇപ്പോൾ കേരള ആയാലും വെസ്റ്റ് ബംഗാൾ ആയാലും UP ആയാലും അവിടുത്തെ ലോക്കൽ പോലീസിന് ഒരു ഇതുണ്ട്. പിന്നെ റെയിൽവേയുടെ സർവീസ് അവര് വേറെ പരിപാടി ഉണ്ട്, അവർക്ക് ഗ്യാങ്മെൻ അവർ റെയിൽവേ ട്രാക്കിങ്ങിന് പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവർ പോയി വരുന്നതിനുള്ള ചിലതൊക്കെ കയറ്റി വെക്കുക. നമ്മൾ വേറെ സ്ഥലത്ത് കണ്ടിരുന്നു, ഒരാൾ ഒരു ജീപ്പ് കൊണ്ടെന്ന് വെച്ചു റെയിൽവേയുടെ ട്രാക്കിന്, അത് പിന്നെ അടിച്ച് ഇഞ്ചിൻ അടിച്ച് അതിനെ തകർത്തു. ഇപ്പോൾ മോദി ഗവൺമെന്റിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ റെയിൽ അട്ടിമറി UPA സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. എന്നിട്ടും കോൺഗ്രസ് ഈ റെയിൽ അട്ടിമറിയെ BJPക്കെതിരെയും മോദിക്കെതിരെയുമുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നുണ്ടല്ലോ. അതാണ് കോൺഗ്രസിന്റെ സമയത്ത് ഒരു റെയിൽവേയുടെ റിന്യൂവൽ ട്രാക്ക് ഉണ്ടായിരുന്നു. ഈ റിന്യൂവൽ എന്ന് പറയുമ്പോൾ പഴയ ട്രാക്ക് മാറ്റി പുതിയതിടണം. അത് അന്ന് കാശില്ലാത്ത കാരണം കുറെ ഇത് നടന്നില്ല ചെയ്യാനുള്ള ആക്സിഡന്റ്. പക്ഷെ നമ്മൾ ഒറീസയിൽ കണ്ടിരുന്നു, ഒറീസയിൽ ആക്സിഡന്റ് നടന്നപ്പോഴും അതിലൊരു CBI എൻക്വയറി വേണമെന്നൊക്കെ പറഞ്ഞ് കുറെ ഡിമാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി റെയിൽവേയുടെ ഈ അട്ടിമറി നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടത്. ഇത് ഈ പറഞ്ഞ മാതിരി വേറെ ആരാ പറഞ്ഞു, ഈ ഒറീസ നടന്ന ആക്സിഡന്റ് അഗെയിൻസ്റ്റ് പറഞ്ഞ ആള് ദിനേശ് ത്രിവേദി, പണ്ടത്തെ റെയിൽവേ മിനിസ്റ്റർ. അദ്ദേഹം TMCയിലായിരുന്നു കുറച്ചു കാലം. TMCയിലെ ഒരു മന്ത്രിയായിരുന്ന സ്ഥലത്ത് അദ്ദേഹമാണ് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ഏതോ ഒരു കോൺസ്പിറസി ഉണ്ട്. അന്ന് ആ ആക്സിഡന്റ് നമുക്കറിയാം, ഒഡീസ ആക്സിഡന്റ് 275 പേരെ മരിച്ചത്. വല്ലാത്തൊരു ദുരന്തമായിരുന്നു അത്. അതിൽ 2-3 ആക്സിഡന്റ് ഒരുമിച്ച് നടന്നു, അതാണ് ഉണ്ടായത്. അതൊരു ഈ പറഞ്ഞ മാതിരി ഒരു കോൺസ്പിറസി ആണോ അല്ലേ നമ്മൾ പിന്നെ കണ്ടുപിടിച്ച്, പിന്നെ അതിന്റെ എൻക്വയറി ഒക്കെ ഉണ്ടായിരുന്നു, സിഗ്നലിംഗ് സിസ്റ്റം ഫോൾട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഇന്ത്യമായുള്ള രാഷ്ട്രത്തിൽ, ഇന്ത്യമാരുടെ വലിയൊരു രാഷ്ട്രത്തിൽ നമ്മുടെ ഈ വണ്ടികൾ നമുക്ക് പാസഞ്ചേഴ്സ് നമുക്കറിയാം ഒരു ദിവസം എത്ര പേരെ ട്രാവൽ ചെയ്യാൻ, ട്രെയിനുകളെ ഓടണം. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഓരോ മിനിറ്റും റെയിൽവേ ട്രാക്ക് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യേണ്ടി വരും. സിഗ്നലിംഗ് സിസ്റ്റം, ഇവരുടെ സിഗ്നലിംഗ് സിസ്റ്റം നമുക്ക് റെയിൽവേ കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് ആണ്, കംപ്ലീറ്റ് ആയിട്ട്. അതിൽ നമ്മൾ ഇന്റർലോക്കിംഗ് സിസ്റ്റം എന്ന് പറയും. അതിനകത്ത് റെയിൽവേ ട്രാക്കും ഒരു ട്രെയിൻ ഉണ്ടാവാൻ പാടുള്ള ഒരു സമയത്ത് അടുത്തടുത്തായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പുതിയ സിസ്റ്റം വരുന്നുണ്ട്, കവച് എന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉള്ളത് ഹൈദരാബാദിലാണ്. ഞങ്ങളുടെ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു എല്ലാ ഇഞ്ചിനിലും കവച് എന്ന സിസ്റ്റം. അതെന്താണ് ആന്റി കൊലിഷൻ ഡിവൈസ് ആണ്. എന്നാൽ ഒരു ട്രെയിൻ ഞാൻ ഒരു 8 മാസം മുമ്പ് അശ്വിനി വൈഷ്ണവ് അവിടെ ഒരു ഹൈദരാബാദിന്റെ ഒരു ഔട്ട്സ്കേർട്സിൽ വെച്ചിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയിരുന്നു. അദ്ദേഹം ഒരു ട്രെയിനിലുണ്ടായിരുന്നു, ഇഞ്ചിനിൽ നിൽക്കുന്നുണ്ടായിരുന്നു, മറ്റേ ഒരു ഇഞ്ചിനിലും ട്രെയിനിലും ഞങ്ങളുണ്ടായിരുന്നു, മീഡിയക്കാരെല്ലാം. 120 കിലോമീറ്റർ സ്പീഡിൽ ഈ 2 ട്രെയിനും ഒറ്റ ട്രാക്കുമ്പോൾ വന്നു.
കണ്ണൂർ എന്ന് പറഞ്ഞ ഹൈദരാബാദിൻ്റെ ഒരു ഔട്ട്സ്കർട്ട് നടത്തിയ ഒരു സിമുലേഷൻ എക്സസൈസ് ആയിരുന്നു. 2 എഞ്ചിൻ ഡ്രൈവർമാരും തൊട്ടില്ല, അവരെ ഈ പറഞ്ഞ മാതിരി ബ്രേക്ക് ഒന്നും തൊട്ടില്ല. ഈ കവച് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് 2 ട്രെയിനിനെയും 200 മീറ്റർ ദൂരം നിർത്തി തന്നെ നിന്നു, ഓഫായി എഞ്ചിൻ. അതാണ് നടക്കേണ്ടത് ശരിക്കും. അതിപ്പോൾ ഇപ്പോൾ ഇന്ത്യ അതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് കേട്ടോ അത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ അടുത്തൊരു 2 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ ലോക്കോമോട്ടീവ്സ്, ദാറ്റ് ഈസ് ട്രെയിനിൻ്റെ എഞ്ചിനിൽ എല്ലാത്തിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. സൗത്ത് സെൻട്രൽ റെയിൽവേ ഓൾമോസ്റ്റ് 100% കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഒരു എഞ്ചിൻ പാലക്കാട് നിന്ന് ഹൈദരാബാദിലേക്ക് വരുന്നുണ്ടാവും, ആ എഞ്ചിനിൽ ചിലപ്പോൾ കവച്ച് ഉണ്ടാവുന്ന വരില്ല. അപ്പോൾ ഈ കവച്ച് സിസ്റ്റമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതിൻ്റെ ടെക്നോളജിയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന് ഇൻസ്റ്റലേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു കംപ്ലീറ്റ് ഡേ ഇതിൻ്റെ മേലെ അശ്വിനി വൈഷ്ണവിൻ്റെ കൂടെ ചിലവാക്കിയിരുന്നു. അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അദ്ദേഹം അറിയാം, IIT ആണ്, ആ ടെക്നോളജിയെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ വെച്ചാലും നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ഒരു ഹ്യൂമൻ എലിമെൻറ്റ് ഉണ്ടാവും എല്ലാത്തിനും. ആ ഹ്യൂമൻ എലിമെൻ്റ് ആണ് നമ്മുടെ അവിടെ ഈ പറഞ്ഞ മാതിരി ഗാങ്മെൻ എന്ന് പറയും. അവരാണ് റെയിൽവേ ട്രാക്ക് പെട്രോൾ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ രാത്രി ട്രെയിനിൽ പോകുമ്പോൾ ഒരു വിസിലടി കേൾക്കാം നമുക്ക്, അത് ഈ ഗാങ്മെൻ ആണ്. അവരാണ് വിസിലടിക്കുക. അവർക്ക് മഴ വെയിലൊന്നുമില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർ ട്രാക്കുമ്പോൾ ഉണ്ടാവണം, കണ്ടിന്യൂസ് ആയിട്ട്. അവർക്ക് ഒരു 10 കിലോമീറ്റർ ഏരിയ ആണ് അവർക്ക് കൊടുക്കുക. നടന്ന് ട്രാക്കുമൊക്കെ ഓരോ അവർ ചെക്ക് ചെയ്യും, ട്രാക്കൊക്കെ കുഴപ്പമില്ല, ഫിഷ് പ്ലേറ്റ് എല്ലാം കറക്റ്റ് അല്ലേ, അതിൻ്റെ നട്ടും ബോൾട്ട് എല്ലാം കറക്റ്റ് അല്ലേ. ഇതാണ്. പിന്നെ ഇതല്ലാണ്ട് നെക്സ്റ്റ് റെയിൽവേ ഇപ്പോൾ അടുത്ത് തന്നെ കുറേ വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. റെയിൽവേക്ക് വേണ്ടത് ഫയൽ പുഷ് ചെയ്യുന്ന ആൾക്കാരല്ല, ഓഫീസുകളിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരല്ല വേണ്ട. ടൈപ്പിസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇപ്രാവശ്യം ടൈപ്പിസ്റ്റിന് അഡ്വർടൈസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണ് ഈ കാലത്ത് ആരും ടൈപ്പ് ചെയ്യണത്, എല്ലാവരും കമ്പ്യൂട്ടറിലാണ്. ടൈപ്പിസ്റ്റ് എന്താ ആവശ്യം എനിക്ക് അറിഞ്ഞൂടെ. അവർക്ക് വേണ്ട ഓപ്പറേഷണൽ സ്റ്റാഫാണ് വേണ്ടത്. സ്റ്റേഷൻ മാസ്റ്റേഴ്സ്, ഗാങ്മെൻ, ഈ പറഞ്ഞ മാതിരി എഞ്ചിനീയേഴ്സ്, സിഗ്നൽ സിസ്റ്റം നോക്കുന്ന ആൾക്കാർ, ഇവരാണ് വേണ്ടത്. അതിൽ നമ്മുടെ ദേശം കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെഫിനറ്റായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് വേറെ കുറേ ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി റെയിൽവേ ആക്സിഡൻറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു കോൺസ്പിറസി ഉണ്ടെങ്കിൽ, ഇതേമാതിരി ഗ്യാസ് സിലിണ്ടറും ഈ അയൺ റോഡും ഒരു കാറിൻ്റെ ഹബ്ബ് മുതൽക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അതിന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ഇവരിത് ഡീൽ ചെയ്യാൻ പോകണമെന്നാണ്. അത് ഡെഫിനറ്റായിട്ട് റെയിൽവേക്ക് ഒരു വലിയൊരു ചാലഞ്ചാണ്. അവർക്ക് ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ പിന്നിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ ഒന്ന് ഇൻട്രോഗേറ്റ് ചെയ്താൽ അവർക്ക് വല്ല ഇൻഫർമേഷൻ കിട്ടും. ഓൾറെഡി ഒരു പഴയ കേസിൽ ഒരു 1.5 മാസം നടന്ന ഒരു കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തായിരുന്നു. അവർ പറഞ്ഞ അവർ തമാശയ്ക്ക് ചെയ്താന്ന് പറയുന്നത്. പക്ഷെ തമാശയല്ലല്ലോ, ഒരു ട്രെയിനിനെ ഡീറെയിൽ ചെയ്യാന്ന് പറഞ്ഞ തമാശയല്ലാതെ അതിനെന്തോ ഒരു എലിമെന്റ് ഓഫ് കോൺസ്പിറസി ഉണ്ട്. അത് മോദി ഗവൺമെന്റിനെ ഈ പറഞ്ഞ ഒരു ബാഡ് ലൈറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഈ പറഞ്ഞ മാതിരി ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? ഇതൊക്കെയാണ് നമ്മൾ കണ്ടറിയേണ്ടത്. നമ്മൾ ആരും മറക്കരുത് ഗോദ്രയിൽ നടന്നത് എന്താന്നുള്ളത്. ഒരു ട്രെയിൻ മൊത്തം തീവിച്ചാണ് ആൾക്കാർ, ചില ഒരു കമ്മ്യൂണിറ്റിക്കാർ വന്ന് അന്നത്തെ കാർ സേവകളെ കൊന്നത്, അന്ന് ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊന്നത്. നമ്മൾ അത് മറക്കാൻ പാടില്ല. അതൊരു കമ്മ്യൂണിറ്റിയുടെ വകയാണോ അതോ ഈ പറഞ്ഞ മാതിരി ഒരു മിസ്ചീഫ് മേക്കേഴ്സ് ആണോ, ആരാണ് ചെയ്യണമെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് ഗവൺമെന്റ് കണ്ടുപിടിക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ ഉണ്ട്. ബിക്കോസ് GRP എന്ന് പറഞ്ഞ റെയിൽവേ പോലീസിന്റെ ഒരു മേജർ യൂണിറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. കേരളമാരാണെങ്കിൽ കേരള ഗവൺമെന്റിനെ റിപ്പോർട്ട് ചെയ്യാൻ അവരും ഇത് നോക്കേണ്ടതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഈ ആന്റി സോഷ്യൽ എലിമെന്റ്സ് എവിടെ ഉണ്ടായാലും അവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മേലൊരു ഒരു നോട്ടം വേണം എന്തായാലും. അത് നടന്നാലേ നമ്മുടെ അവിടെ ആക്സിഡന്റുകൾ കുറയുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കും ഈ പറഞ്ഞ മാതിരി റെയിൽവേ ട്രാക്കിന് അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കും ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വേണം. ഒരു വണ്ടി അതിൽ കൂടെ പോകേണ്ടതെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കുകയല്ല. എന്തെങ്കിലും സംശയം കണ്ടാൽ അവർ അടുത്തുള്ള പോലീസിനെയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനെയോ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇതാണ് നടക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി വലിയൊരു ചാലഞ്ചാണ്. നമ്മുടെ എത്ര വലിയൊരു കൺട്രിയിൽ എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ ട്രാക്കുള്ള ഒരു കൺട്രിയിൽ എന്ത് നടത്തുന്നത് അത്ര ഈസി അല്ല. പക്ഷെ എവിടെന്നെങ്കിലും നമുക്ക് തുടങ്ങണം. അതെ, എന്തായാലും ഇന്ത്യക്ക് പണി കൊടുക്കാൻ ആരെല്ലാം എന്തെല്ലാം അട്ടിമറിക്ക് പ്ലാൻ ചെയ്താലും അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന സന്ദേശം തന്നെയാണ് BJP ഗവൺമെന്റ് നൽകുന്നത്. നന്ദി സാർ.